ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് നല്ലൊരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബാക്കി വന്ന ദോശമാവ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു പലഹാരം. അതുപോലെ തന്നെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. നമുക്കപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനപ്പോൾ ഇവിടെ ബാക്കി വന്ന ദോശമാവ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ നീർദോശയുടെ മാവാണ് എടുത്തിട്ടുള്ളത്. നീർദോശ ഉണ്ടാക്കാൻ നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയായിരിക്കും. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ കണ്ണൂർ സൈഡിലൊക്കെ ഇതിന് രാവിലെ അരച്ചുണ്ടാക്കുന്ന ദോശ എന്നാണ് പറയുന്നത്. ഇതിൽ നമ്മൾ ഉഴുന്ന് ചേർക്കില്ല, പച്ചരിയും ചോറും തേങ്ങയും മാത്രമേ ചേർക്കുള്ളൂ. നീർദോശ സാധാരണയായിട്ട് നമ്മൾ നല്ല ലൂസായിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെയുള്ള നീർദോശയുടെ മാവിന്ന് മുകളിൽ ഊറിക്കിടക്കുന്ന കുറച്ച് വെള്ളം ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് അത്യാവശ്യം കട്ടിയുള്ള മാവ് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ ഏകദേശം ഒരു അര കഷ്ണം നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം വേണം എടുക്കാൻ. നേന്ത്രപ്പഴം ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 200 ml കപ്പിൽ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇത് പഴവും പഞ്ചസാരയും കൂടി നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ബാറ്ററിലോട്ട് നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന പഴവും പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ദോശമാവിൽ ഓൾറെഡി ഉപ്പുണ്ട്. അപ്പോൾ അതാ ഇപ്പോൾ മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്. നമുക്ക് കുറച്ചുകൂടി തിക്കായിട്ടാണ് ബാറ്റർ വേണ്ടത്. അതുകൊണ്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ കട്ട പിടിക്കാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഇരിക്കാൻ. ഇപ്പോൾ നേരത്തേതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ടുണ്ട്. ഇനി ഈ ഒരു പലഹാരം നമ്മൾ ഇതുപോലൊരു ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചീനച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് മാവ് കോരി ഒഴിക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റവ് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി മാവ് കോരി ഒഴിച്ചതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. അത് നമുക്ക് ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുത്തും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ രണ്ട് സൈഡും ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ സൈഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിരിക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ്. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവും ഒന്നുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ മാവ് മുഴുവൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ? ഇത് നമ്മുടെ കണ്ണൂരിലെ ബേക്കറികളിലൊക്കെ കിട്ടുന്ന വെള്ളക്കാരയുടെ ഏകദേശം ഒരു ടേസ്റ്റ് ഉണ്ട്. നമുക്കിനി ഇതൊന്ന് എടുത്ത് പൊട്ടിച്ച് നോക്കാം. ഇതിൻ്റെ ഉള്ളൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർത്തത് കൊണ്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുമുണ്ട്. അതേസമയം നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു റെസിപ്പി ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.